നാട്ടിൽ ഇൻകം ടാക്സ് റെയ്ഡുകളെക്കുറിച്ചും വീടുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നും കണക്കിൽപ്പെടാത്ത വലിയ തുകകൾ പിടിച്ചെടുക്കുന്നതിനെക്കുറിച്ചുമുള്ള വാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് അല്ലേ? ഇത്തരം വാർത്തകൾ കാണുമ്പോൾ സാധാരണക്കാരുടെ മനസ്സിൽ സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ഉയരും. വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമാണോ? അങ്ങനെയാണെങ്കിൽ എത്ര രൂപ വരെ നിയമപരമായി വീട്ടിൽ വെക്കാം? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട ആദായ നികുതി നിയമങ്ങൾ? പലപ്പോഴും പണം സൂക്ഷിക്കുന്നതിനുള്ള പരിധിയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകൾ ആളുകൾക്കിടയിലുണ്ട്. വിശ്വസനീയമായ ഉറവിടങ്ങളിൽ നിന്നും വിവരങ്ങൾ പരിശോധിക്കാതെ പലരും ഇത് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സത്യം എന്താണ്? വീട്ടിൽ എത്ര പണം വരെ സൂക്ഷിക്കാം? നിയമം പറയുന്നത് എന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാം. ശ്രദ്ധിക്കുക, വീട്ടിൽ പണം സൂക്ഷിക്കുന്നതിന് നിയമപരമായി യാതൊരു പരിധിയുമില്ല. അതായത് ഇത്ര രൂപയെ വെക്കാവൂ എന്ന് ആദായ നികുതി വകുപ്പ് ഒരു ഉയർന്ന പരിധി നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ നിങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്ന പണത്തിന് വിശ്വസനീയമായ ഒരു ഉറവിടം ഉണ്ടായിരിക്കണം എന്നതാണ്. ആ പണം എങ്ങനെ ലഭിച്ചു എന്നത് നിങ്ങൾക്ക് കൃത്യമായി വിശദീകരിക്കാൻ കഴിയണം. നിങ്ങളുടെ ആദായ നികുതി റിട്ടേണുകളിൽ ഈ വിവരം ഉൾപ്പെടുത്തിയിരിക്കണം. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്താൽ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എന്തുകൊണ്ടാണ് ഉറവിടം ഇത്ര പ്രധാനമാകുന്നത്? ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ 68 മുതൽ 69B വരെ വിശദീകരിക്കാൻ കഴിയാത്ത ആസ്തികളും വരുമാനത്തെയും കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ കൈവശം കണ്ടെത്തുന്ന പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വെളിപ്പെടുത്താത്ത വരുമാനമായി കണക്കാക്കപ്പെടാം. ഇത്തരം സാഹചര്യങ്ങളിൽ നികുതി അധികാരികൾ കനത്ത നികുതിയും പിഴയും ചുമത്താൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കൈവശമുള്ള മൊത്തം തുകയുടെ 78% വരെ, അതായത് 1 ലക്ഷം രൂപ പിടിച്ചാൽ 78,000 രൂപ വരെ നികുതി പിഴയായി നൽകേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായ രേഖകൾ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. വീട്ടിൽ വലിയ തുക പണമായി സൂക്ഷിക്കുന്നതിന് നിയമം ഒരു പരിധി വെച്ചിട്ടില്ലെങ്കിലും വിശദീകരിക്കാൻ കഴിയാത്ത വലിയ തുകകൾ തീർച്ചയായും സംശയമുണർത്തും. ഒരു അന്വേഷണ സമയത്ത് ഓരോ രൂപയുടെയും ഉറവിടം തെളിയിക്കുന്ന രേഖകൾ ആവശ്യമായി വരും. നിങ്ങളുടെ വരുമാന രേഖകൾ, ബിസിനസ് അക്കൗണ്ടുകൾ, ITR ഫയലിംഗുകൾ എന്നിവയിലെല്ലാം ഈ പണത്തിന്റെ കണക്കുകൾ കൃത്യമായി പ്രതിഫലിക്കണം. ആരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ബിസിനസ് ഉടമകൾ. നിങ്ങളുടെ ക്യാഷ് ബുക്കിലെ പണവും കയ്യിലുള്ള പണവും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാകരുത്. വ്യക്തികൾ. ഏതൊരു വ്യക്തിയും വീട്ടിൽ വലിയ തുക സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ വരുമാനത്തിന്റെയോ സമ്പാദ്യത്തിന്റെയോ ഔദ്യോഗിക രേഖകൾ അതിന്റെ പിൻബലമായി ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ബാങ്കിൽ നിന്ന് പിൻവലിച്ചതാണെങ്കിൽ അതിന്റെ രേഖകൾ, വസ്തുവിറ്റ പണമാണെങ്കിൽ അതിന്റെ രേഖകൾ എന്നിവ സൂക്ഷിക്കുക. നിയമപരമായ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും സാമ്പത്തിക സുതാര്യത നിലനിർത്തുന്നതിനും ഇത് വളരെ പ്രധാനമാണ്. ചുരുക്കത്തിൽ, ഇന്ത്യയിൽ വീട്ടിൽ പണം സൂക്ഷിക്കുന്നത് നിയമവിരുദ്ധമല്ല, എന്നാൽ അതിന്റെ ഉത്തരവാദിത്തം വളരെ പ്രധാനമാണ്. നിങ്ങളുടെ പണം സത്യസന്ധമായി സമ്പാദിച്ചതായിരിക്കണം. അത് ശരിയായി ആദായ നികുതി റിട്ടേണിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം. അതിന് കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം. ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ടതില്ല. സുതാര്യതയും കൃത്യമായ രേഖകളുമാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രതിരോധം. ഇനി വീട്ടിൽ എത്ര സ്വർണം സൂക്ഷിക്കാം എന്നറിയണോ? അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.